വി.എസ്. സുനിൽകുമാർ മുൻ മന്ത്രി തൃശൂരിലെ സാഹചര്യം അദ്ദേഹം വിശദീകരിക്കും. ശ്രീ വി.എസ്. സുനിൽകുമാർ, ഇത് മഹാദേവപുരയിലെ മാത്രം കഥയല്ല എന്നതിന്റെ ഒരു അന്വേഷണം വേണ്ടതാണ് എന്ന കാര്യം പറയുകയാണ്. അതിപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ തൃശൂരിൽ എങ്ങനെ BJP അക്കൗണ്ട് തുറന്നു എന്നതിലും ഒരു അന്വേഷണം വേണ്ടതല്ലേ? അന്ന് തന്നെ വോട്ടർമാരെ കൂടുതലായി ചേർക്കുന്നു എന്നുള്ള കാര്യം അങ്ങ് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. പക്ഷെ അതിന്റെ ഗൗരവം, അതിന്റെ വ്യാപ്തി ഏതൊക്കെ രൂപത്തിൽ പോയിട്ടുണ്ടാകും? മഹാദേവപുരയിലെ അതേ രീതിയിലുള്ള മാർഗങ്ങൾ ഇവിടെയും അവലംബിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം അങ്ങ് കാണുന്നു? ഈ ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ള ആരോപണം, അത് ആരോപണമായിട്ടല്ല ഞാൻ കാണുന്നത്. അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വ്യക്തതയോടുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുള്ള വസ്തുതകളാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ അതീവ ഗൗരവത്തോടു കൂടി എടുത്ത് അതിന് പരിഹാരം കാണുന്നതിന് പകരം ഇപ്പോ കേരളത്തിൽ തന്നെ ഇന്നലെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള ഈ മണ്ഡലത്തിൽ ഉൾപ്പെടാത്ത നിരവധി ആളുകളെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്ത് വ്യാജമായ അഡ്രസ്സുകളിൽ അവരെ പേര് വോട്ട് ചേർത്തതിനെ സംബന്ധിച്ച് അന്ന് കൊടുത്ത പരാതിയും അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനവും ഞാൻ ഇന്നലെ ഒരു പത്രക്കാരോട് പറഞ്ഞതിനെ പറ്റി കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള ആള് ഇന്നലെ തന്നെ പത്രക്കുറിപ്പ് ഇറക്കി. അപ്പോ അവർക്ക് കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടാൽ പോലും മറുപടി പറയാനുള്ള വ്യഗ്രത ഈ ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുമ്പോ അന്ന് ഞങ്ങൾ കൊടുത്തിട്ടുള്ള രേഖാമൂലമുള്ള പരാതികളിൽ ഒരു നടപടി സ്വീകരിക്കാതിരുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. അന്ന് ഞങ്ങൾ കൊടുത്ത പരാതികള് തൃശൂർ ലോക്സഭ അസംബ്ലി മണ്ഡലത്തിലുള്ള വിവിധ ബൂത്തുകളിൽ വളരെ വ്യാപകമായി ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകളും മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളും അന്യ സംസ്ഥാന തൊഴിലാളികളെ പോലും ഇവിടെ വോട്ടായി ചേർക്കുന്നു BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവരുടെ കൗൺസിലർമാരുടെ സ്ഥലങ്ങളിൽ എന്ന പരാതി ഞങ്ങൾ കൊടുത്തിട്ടും ഒരു നടപടി സ്വീകരിച്ചില്ല. അവരെല്ലാം ഇപ്പൊ ഞങ്ങൾ പരിശോധിക്കുമ്പോ ആ വോട്ടർമാരും തന്നെ ആ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നില്ല. ഈ 2025 ജനുവരി മാസം 1-ാം തീയതി വോട്ടർ പട്ടിക പുതുക്കിയ വോട്ടർ പട്ടികയിൽ പരിശോധിക്കുമ്പോൾ ആ വോട്ടർമാരെല്ലാം തിരിച്ച് അവരുടെ സ്വന്തം മണ്ഡലങ്ങളിലേക്ക് തിരിച്ചു പോയതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്നലെ 1 മണി വരെ. ഇന്നലെ 1 മണിക്ക് ശേഷം ഈ വോട്ടർ പട്ടിക പരിശോധിക്കാൻ നോക്കുമ്പോൾ സംസ്ഥാന വോട്ടർ പട്ടിക കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടികയുടെ സൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ്. അത് റിപ്പയർ ചെയ്യുന്നതാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോ നമ്മളെപ്പോലുള്ള ആളുകൾ അത് നിങ്ങൾ പത്രക്കാരാണെങ്കിൽ അത് പരിശോധിക്കുമെന്ന് കണ്ടപ്പോഴായിരിക്കും ഒരുപക്ഷെ അത് അണ്ടർ റിപ്പയറിനോ അല്ലെങ്കിൽ മെയിൻ്റനൻസോ എന്ന് പറഞ്ഞാൽ അടച്ചു വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്ന എന്നെ കണ്ടാൽ കിണ്ണം കട്ടവും തോന്നുന്ന രീതിയിലുള്ള സമീപനം ഇലക്ഷൻ കമ്മീഷൻ കാണിക്കാൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല. ജനങ്ങൾക്കോ അല്ലെങ്കിൽ അവിടെ ഇപ്പോ ആളുകൾക്കോ പരാതിയോ സംശയം ഉണ്ടായി കഴിഞ്ഞാൽ അത് പരാതി ഇല്ലാത്ത വിധത്തിൽ അഗ്നിശുദ്ധി വരുത്തേണ്ട ഒരു സ്ഥാപനമാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ഷനിൽ ഇവിടെ BJPക്കാർ പറയുന്നത് പോലെ ഇലക്ഷനിൽ തോറ്റ ആളുകൾക്ക് ഞാനിവിടെ ഈ പരാതി ഉന്നയിക്കുമ്പോൾ BJPക്കാർ പറയുന്നത് അദ്ദേഹത്തിന് ഇലക്ഷൻ തോറ്റതിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഇത് ഇലക്ഷൻ തോൽക്കുക ജയിക്കുക എന്ന് പറയുന്നത് ഇലക്ഷന്റെ ഒരു സ്വാഭാവികമായ ഒരു പരിണിതിയാണ്. അത് തോറ്റവരും ജയിച്ചവരും ഒരുപോലെ തന്നെ അതിനെ അംഗീകരിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നവരാണ്. പക്ഷേ ഫെയർ ആൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ട് ഇലക്ഷൻ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് നടത്തിയിട്ടില്ല എന്നൊരു കാര്യം ബോധ്യപ്പെടുമ്പോ തോറ്റവരുടെ ശബ്ദം കേൾക്കാൻ ഇലക്ഷൻ കമ്മീഷനും ഈ നാട്ടിലെ ജനങ്ങളും തയ്യാറാവേണ്ടതാണ്. അപ്പൊ അതിന്റെ അർത്ഥം തോറ്റത് കൊണ്ടുള്ള വിഷമം കൊണ്ടോ അല്ലെങ്കിൽ തോറ്റതിലുള്ള പ്രശ്നം കൊണ്ടോ ഉന്നയിക്കുന്ന കാര്യങ്ങളായിട്ടല്ല ഇതിനെ കാണേണ്ടത്. മറിച്ചത് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നിയമനിർമ്മാണ സഭയിലേക്കുള്ള ജനങ്ങളെ തെരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ അതിന് നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ആ ഗവൺമെന്റിന് അതീതമായി ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഓരോ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നവരും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാറുന്നത്. ശ്രീ വി.എസ്. സുനിൽകുമാർ, ഒന്നുകൂടി അങ്ങ് ഈ പരാതി പറഞ്ഞതിൽ അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വേണം. കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഡിജിറ്റൽ തെളിവുകൾ ആവശ്യപ്പെട്ടു, ഡിജിറ്റൽ രേഖകൾ ആവശ്യപ്പെട്ടു, കൊടുത്തില്ല. പകരം കടലാസുകളാണല്ലോ കൊടുത്തത്. ആ കടലാസ് കൂമ്പാരത്തിൽ നിന്നും അത് കണ്ടെത്തില്ല എന്ന് കരുതി അതാണ് സംഭവിച്ചത്. അങ്ങ് ഇതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട രേഖാമൂലം പരാതി നൽകുമ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ്, ഈ പറയുന്ന വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽസ് അങ്ങ് ആവശ്യപ്പെടുമ്പോൾ കിട്ടുന്ന മറുപടി എന്താണ് ശ്രീ സുനിൽകുമാർ? ഒന്നുകൂടി വ്യക്തതയ്ക്ക്. അത് ഞങ്ങൾക്ക് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. ഞങ്ങൾ അന്ന് കൊടുത്ത പരാതിക്ക് ഞങ്ങൾക്ക് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. അത് ഞങ്ങൾ 4/4/2025 തൃശൂർ ലോക്സഭാ ഇലക്ഷന്റെ അന്തിമ വോട്ടർ പട്ടിക അവർ പ്രസിദ്ധീകരിക്കുന്നത്. അതിനിടയിൽ അവസാനം വോട്ടർമാരെ ചേർക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങളുടെ പരാതിയിൽ പറയുന്നുണ്ട് അന്തിമ വോട്ടർ പട്ടിക വരുന്നതിന് തൊട്ടു മുമ്പാണ് ഈ കള്ളക്കളികളെല്ലാം നടക്കുന്നത്.
അതുകൊണ്ട് ഇതിൽ ജാഗ്രത വേണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കൊടുത്ത പരാതിയാണ്. ഞങ്ങൾ കൊടുക്കുന്ന 25/3 മാർച്ച് മാസത്തിലാണ് പരാതി കൊടുക്കുന്നത്. ഈ വിഷയങ്ങൾ അവിടെയുള്ള പല BLOമാർക്കെതിരെ പരാതി കൊടുത്തു. ആ BLOമാർക്കെതിരെ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. BLOമാർ ഞങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് ഇങ്ങനെ ചില കേസുകൾ നടക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഫ്ളാറ്റുകൾ അന്വേഷിക്കുന്നത്. അപ്പൊ അവിടെയുള്ള പല ഫ്ളാറ്റുകളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആളുകളെ പുറത്തുനിന്നുള്ള ആളുകൾ അങ്ങോട്ടേക്ക് കടത്താത്ത പല ഫ്ളാറ്റുകളുണ്ട്. എങ്കിലും അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു, ഇവിടെ വോട്ട് ചേർക്കുന്നതിന് ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചേർക്കണമെങ്കിൽ ഇപ്പൊ സ്മൃതിക്ക് അറിയാം എങ്ങനെയാ വോട്ട് ചേർക്കുന്നത്. എന്റെ പേര് VS സുനിൽകുമാറിന്റെ പേര് ചേർക്കണമെങ്കിൽ ആ VS സുനിൽകുമാർ എവിടെയാണോ പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നത് ആ പേരിലുള്ള അഡ്രസ്സിലുള്ള ആധാർ കാർഡോ റേഷൻ കാർഡോ പാസ്പോർട്ടോ അതും അല്ലെങ്കിൽ അയാള് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അയാളുടെ വാടക അവിടെ താമസിക്കുന്നതിനെ പിന്നെ സാക്ഷ്യപ്പെടുത്തുന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അടക്കം നിങ്ങൾ ഹിയറിംഗിന് ഹാജരായി ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരായാൽ മാത്രമേ നിങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ കഴിയുള്ളൂ. പക്ഷെ ലോക്സഭ ഇലക്ഷൻ അങ്ങനെയല്ല. ലോക്സഭ ഇലക്ഷൻ BLOമാർക്ക് നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് പരിശോധിക്കുന്ന ഒരു പ്രശ്നമില്ല. അവിടെ വേണ്ടത് എന്താണ്, അവർ പറയുന്ന അടിസ്ഥാന രേഖകളിൽ ഒരു രേഖ നിങ്ങൾ എവിടെയാണോ വോട്ട് ചേർക്കാൻ ആഗ്രഹിക്കുന്ന വോട്ട് അഡ്രസ്സ് അവിടേക്ക് നിങ്ങൾക്ക് പോസ്റ്റൽ വഴി വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് കാർഡ് കാണിച്ചാൽ മാത്രം മതി നിങ്ങളെ വോട്ട് ചേർക്കാൻ. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ ഏതെങ്കിലും ഫ്ലാറ്റിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഫ്ലാറ്റിലേക്ക് നിങ്ങൾ കാർഡ് അയക്കുക. അയച്ചു കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ആ കാർഡുകളൊക്കെ വാങ്ങി വയ്ക്കുക. സെക്യൂരിറ്റിക്കാരുടെ കയ്യിലുള്ള കാർഡുകളെല്ലാം മേടിച്ചു കൊണ്ടുപോയി സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വോട്ട് ചേർത്തി കൊടുത്തുകൊള്ളണം. അപ്പൊ അത് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, വളരെ ലിബറലായിട്ട് വോട്ട് ചേർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയല്ല വാസ്തവത്തിൽ. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത് ഇതുപോലെ ലൂപ്പ് ഹോൾ ഉണ്ടാക്കി അവർക്ക് പ്രത്യേകിച്ച് തൃശ്ശൂർ പോലെയുള്ള മണ്ഡലത്തിൽ അവർ ജയിക്കുന്നതിന് വേണ്ടി മറ്റു പല മണ്ഡലങ്ങളിലെ ആളുകൾ ഇവിടേക്ക് വോട്ട് ചേർത്തു. ഇപ്പോൾ മുരളീധരന്റെ വോട്ട് എവിടെയായിരുന്നു? അദ്ദേഹത്തിന്റെ വോട്ട് തിരുവനന്തപുരത്തായിരുന്നു. കാരണം തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ട്, അവിടെ പോയി വോട്ട് ചെയ്യണം. അദ്ദേഹം വോട്ട് തൃശ്ശൂരിക്ക് മാറ്റിയില്ലല്ലോ. അദ്ദേഹം തിരുവനന്തപുരത്തുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി. ശശി തരൂരിന് വോട്ട് ചെയ്തു. സുരേഷ് ഗോപി വോട്ട് ചെയ്ത് എവിടെയാണ്? അദ്ദേഹം അവിടെ പിന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ആൾ വോട്ട് ചെയ്യാനല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും അനിയന്റെ മക്കളുടെയും ഡ്രൈവറുടെയും എല്ലാ വോട്ടുകളും അദ്ദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇവിടെ തിരുസാംസാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അത് കുഴപ്പമില്ല, അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് അവിടെ അഡ്രസ് കൊടുത്ത് അങ്ങനെ വന്നു. പക്ഷെ അത് മാത്രമല്ലല്ലോ ഉണ്ടായത്. ഇവിടെ ഉണ്ടായത് ഈ മറ്റു പല ജില്ലകളിൽ നിന്നും മറ്റു പല മണ്ഡലങ്ങളിൽ നിന്നുമുള്ള BJPക്കാരായിട്ടുള്ള വോട്ടർമാരെ അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ പ്രദേശങ്ങളിലും കൊണ്ടുപോയി ചേർത്ത് ഇവിടുത്തെ വോട്ടർമാരാക്കി മാറ്റി. അതാണ് ശ്രീ VS സുനിൽകുമാർ താൽക്കാലികമായി ഇവിടുത്തെ വോട്ടർമാരാകുന്നു, ഇവിടുത്തെ വോട്ട് ചെയ്ത് അപ്പുറത്തേക്ക് തന്നെ പോകുന്നു. ഈ ഒരു മറിമായി നടക്കാൻ പാടുള്ളതാണോ? അതായത് നമ്മൾ ഏതൊരു അസംബ്ലി സെഗ്മെന്റ് ആണെങ്കിലും പാർലമെന്റ് മണ്ഡലത്തിലാണെങ്കിലും ആ മണ്ഡലത്തിലെ വോട്ടർമാരുടെ പ്രതിനിധിയാണ് തെരഞ്ഞെടുക്കേണ്ടത്. അതല്ലാതെ മറ്റു മണ്ഡലത്തിലെ ആളുകൾ ഇവിടേക്ക് കൊണ്ടുവന്ന് വോട്ട് ചേർക്കുന്നതാണെങ്കിൽ അത് മാനിപ്പുലേഷന്റെ എമൗണ്ട് മാനിപ്പുലേഷനാണ്. ആ മാനിപ്പുലേഷന് അവർ ലൂപ്പ് ഹോൾ ഉണ്ടാക്കി കൊടുത്തു ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് എന്റെ. അപ്പോൾ അങ്ങ് നേരത്തെ തന്നെ പറഞ്ഞതാണ്, നേരത്തെ തന്നെ ഈ വിഷയം ഉന്നയിച്ചാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി തെളിവുകൾ പുറത്തുവിട്ട പശ്ചാത്തലത്തിൽ തൃശൂർ കേന്ദ്രീകരിച്ച് ഒരു പുതിയ അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നൊരാവശ്യം മുന്നോട്ട് വെക്കുകയാണോ? ഞാൻ ആ ആവശ്യം ഉന്നയിക്കുന്നത് ഇത് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി അന്വേഷിക്കണം. ഇത് അന്വേഷിക്കണം എന്ന് പറയുന്നതിന് കാരണം നാളെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ആർക്കുണ്ടാകാം, അത് ഉണ്ടാകണമല്ലോ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആർക്കാണ് കൂടുതൽ വോട്ട് ചെയ്ത് അവർ ജയിക്കണം, അത് ജയിക്കുന്ന അംഗീകരിക്കുകയും വേണം. പക്ഷേ അങ്ങനെയുള്ള വോട്ടെടുപ്പ് സുതാര്യമായി നടക്കാൻ വേണ്ടിയാണല്ലോ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അവിടെ ഇത് കൃത്യമായ രീതിയിൽ ഇത് മറ്റാർക്കെങ്കിലും ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ ലൂപ്പുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞത് അന്നത്തെ ഒരു റൂളിന്റെയോ നിർദ്ദേശത്തിന്റെയോ പിന്നെ പിൻപറ്റിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് നാളെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ആ ലൂപ്പുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഉത്തരവാദിത്വം നമുക്കുണ്ടോ? അതാണ് ഞാൻ ചെയ്യുന്നത്. ആ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യം പറയുന്നത്. അല്ലാണ്ട് ഇതുകൊണ്ട് മാത്രമാണ് പരാജയപ്പെട്ടെന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, പല കാരണങ്ങളുണ്ടല്ലോ. അപ്പൊ പല കാരണങ്ങളിൽ ഒന്ന് ഈ പറയുന്ന രീതിയിലുള്ള മാനിപ്പുലേഷനാണ്. അവിടെ നടക്കുന്ന മാനിപ്പുലേഷൻസ് ഇലക്ഷൻ കമ്മീഷൻ പിന്നെ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്ന മറ്റു പല വ്യക്തമായ തെളിവുകൾ സമർപ്പിച്ചുകൊണ്ട് കേസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പലതരത്തിലുള്ള മാനിപ്പുലേഷൻ നടത്തിക്കൊണ്ടാണോ ഇലക്ഷൻ ജയിക്കുക എന്ന് പറയുക? ഇലക്ഷൻ എവിടെ ജയിക്കുകയാണെങ്കിലും ഇലക്ഷനിൽ ജയിക്കേണ്ടത് വളരെ സത്യസന്ധമായ രീതിയിൽ നമ്മുടെ രാഷ്ട്രീയം പറയുകയും ആ രാഷ്ട്രീയം കേൾക്കുകയും അവിടെ തന്നെ നിങ്ങൾ എന്ത് പറയാൻ പാടില്ല, എന്ത് ചെയ്യാൻ പാടില്ല, ജാതി ഉപയോഗിക്കാൻ പാടില്ല, മതപരമായ പ്രചരണം നടത്താൻ പാടില്ല, മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, പണം കൊടുക്കാൻ പാടില്ല, മറ്റു രീതിയിൽ മാനിപ്പുലേഷൻ നടത്താൻ പാടില്ല, ഔദ്യോഗികമായ വാഹനങ്ങളോ ഔദ്യോഗികമായ സംവിധാനങ്ങളോ ഔദ്യോഗികമായിട്ടുള്ള മറ്റേ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങൾ പണം ചെലവഴിക്കുമ്പോൾ ഇത്രമാത്രം ചെലവഴിക്കാൻ പാടുള്ളൂ എന്ന് തുടങ്ങിയ കണ്ടീഷൻ ഇലക്ഷൻ കമ്മീഷൻ വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
ഇലക്ഷൻ കമ്മീഷൻ വെക്കുന്നത് പിന്നെ കയ്യൊക്കുള്ളവൻ കാര്യക്കാരനാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോ ഒരു ലെവൽ പ്ലേ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിന് പകരം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം വീഴ്ചകൾ അത് ചൂണ്ടിക്കാണിക്കപ്പെടണം. ഇത് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന വ്യക്തമായ പിന്നെ സത്യസന്ധമായ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും അതിൽ കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയേ തീരൂ. അതല്ലാതെ സത്യവാങ്മൂലം നൽകൂ എന്നാൽ മാത്രം മറുപടി, ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന വാദം നിലനിൽക്കില്ല. കാരണം ജീവിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ വി എസ് സുനിൽകുമാർ പ്രതികരിച്ചതിന്.